നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളം ലക്ഷ്യം വെച്ച് ആളെക്കൊല്ലി ബേലൂർ മഗ്ന വീണ്ടും എത്തി. പുഴ മുറിച്ചു കടന്ന് പാനെടുത്ത ആന പിന്നീട് തിരിച്ചു പോവുകയായിരുന്നു. പെരിക്കൂരിന് സമീപം എത്തിയ ആന തിരികെ ബൈരകൂപ്പ ഭാഗത്തേക്കാണ് പോയത്. ആന തിരിച്ചെത്തിയ സാഹചര്യത്തിൽ മുള്ളൻകൊല്ലി ഭാഗത്തുള്ളവർക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കർണാടക ഭാഗത്ത് ആനയുടെ സാമീപ്യം ദൃശ്യമായിരുന്നു. നാഗർഹോള ഭാഗത്തായിരുന്നു ബേലൂർ മഗ്ന നില ഉറപ്പിച്ചിരുന്നത്. വനമൃഗശല്യം രൂക്ഷമായതോടെ ജനങ്ങളുടെ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ ഇന്ന് 4 മന്ത്രിമാർ സന്ദർശനം നടത്തും. കെ രാജൻ, എ കെ ശശീന്ദ്രൻ, കെ രാധാകൃഷ്ണൻ, MP രാജേഷ് എന്നിവരാണ് വയനാട്ടിലെത്തുന്നത്. തുടർന്ന് കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർ VP പോൾ, മാനന്തവാടിയിലെ പടമല പനച്ചിയിൽ അജീഷ്, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാഗേരി മുടക്കൊലിയിലെ പ്രദീപ് എന്നിവരുടെ വീടുകൾ ഇവർ സന്ദർശിക്കും. വയനാടിന്റെ ചുമതലയുള്ള വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സംഭവസ്ഥലം സന്ദർശിക്കാത്തതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. മന്ത്രിസംഘത്തിനെതിരെ പ്രതിഷേധം ഉണ്ടായേക്കാവുന്ന സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷാ സന്നാഹം ശക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിസംഘത്തെ തടയുമെന്ന് BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനമൃഗശല്യത്തിൽ പ്രതിഷേധം അറിയിച്ച് UDF സംഘം വയനാട് കളക്ടറേറ്റിന് മുന്നിൽ ഇന്ന് രാപ്പകൽ സമരം നടത്തും. സമരം K മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്യും.